ഈ ഫിഗർ ചെയ്ത് കുഞ്ഞിക്കുൻ ഹിറ്റായ സമയത്ത് ഈ ആർട്ടിസ്റ്റ് ഈ ഫുൾ ദിലീപേട്ടനുള്ളൊരു ഷോ അല്ല, ഞങ്ങളുടെ സാധാരണ ട്രൂപ്പിൽ കുഞ്ഞിക്കുന്നിൻ്റെ ഫിഗർ വരും. അന്ന് കുഞ്ഞിക്കുന്നൻ വലിയ സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ കുഞ്ഞിക്കുന്നൻ പുറത്തു നിന്ന് വരാൻ തീരുമാനിച്ചു. ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടുക്കുള്ള വഴി കൂടെ കുഞ്ഞൻ്റെ പെണ്ണിന് എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ടൊക്കെ സ്റ്റേജിലോട്ട് വരും. 4-5 മിനിറ്റൊക്കെ തള്ളിക്കളയും. പുറത്തൊക്കെ കിടന്ന് കളിച്ചിട്ട് കുഞ്ഞിക്കുന്നൻ സ്റ്റേജിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നോട് ആങ്കർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, പതുക്കെ ഈ മുതുകത്തൊക്കെ ഈ സാധനം വെച്ചിട്ട് ഇവൻ പുതച്ച് ഓഡിയൻസിൻ്റെ ഇടയിൽ പോയി ഒതുക്കത്തി ഇരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ആ പല്ലൊക്കെ വയ്ക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കും. നീ ഇപ്പം മിമിക്സ് പരേഡ് തുടങ്ങിയാൽ ഈ സിനിമാ നടന്മാരുടെ അനുകരണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമില്ല, ഷോ മൊത്തത്തിൽ തീരുമല്ലോ. അപ്പം എന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ചാൽ മതി, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇനി ഒരു സൂപ്പർ സ്റ്റാർ വരികയാണ് കുഞ്ഞിക്കുവനെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ പുതിയ സ്റ്റാറായിട്ടാണ് ഈ കുഞ്ഞിക്കുവനം കയറിയേക്കുന്നത്. ഇത് നമ്മുടെ ഷോയിൽ സ്ഥിരമില്ലായിരുന്നു. അപ്പോൾ പടം ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇവനിത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ സ്ഥിരം ഓർമ്മയ്ക്ക് ഈ കുഞ്ഞിക്കുവനെ വിളിക്കാൻ മറന്നുപോയി. ഇവൻ പോയി പുതച്ചിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടയിൽ ഇരിപ്പുണ്ട്. ഞാനിത് മറന്നുപോയി. നമ്മുടെ അനുകരണം മുഴുവൻ കഴിഞ്ഞു. ഇനി 1 മിനിറ്റ് കഴിഞ്ഞാൽ ഷോയും കഴിയും. ഇവൻ ഇപ്പം വിളിക്കൂ എന്നോർത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് മറന്നും പോയി. ലാസ്റ്റ് നന്ദി എന്നും പറഞ്ഞ് ജനഗണമന തുടങ്ങിയപ്പോഴേ ആൾക്കാർ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു കുഞ്ഞിക്കുവനും വന്നിട്ട് ജനഗണമന അതിനായക ജയ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ എന്തായാലും അതിന് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് തന്നതിൽ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാട്ടിലെയും തമാശകൾ. സുധീഷ് വളരെ രസകരമായിട്ട് കഥകളൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നെ ചിരിക്കണം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. എനിക്ക് അങ്ങനെ തോന്നി. ആരും ചിരിച്ചില്ലെങ്കിലും നമ്മളെങ്കിലും ചിരിച്ചെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെയാണ് ചിരിക്കേണ്ടതെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു പുള്ളി ചെയ്ത്. ഇത്തരം കഥകൾ പറയുന്നതിൽ ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് ഹരിശ്രീ യൂസഫ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ജയറാമേട്ടൻ്റെ കൂടെ അമേരിക്കയിലൊരു ഷോയ്ക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജസ്റ്റായി ഒരു തരംഗം ഇന്ത്യ മുഴുവൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ജയറാമേട്ടനും നിന്ന് 1, 2, 3 പറഞ്ഞ് കുറേ മിമിക്രികൾ ചെയ്യും. അപ്പോൾ യൂസഫൊക്കെ 1-2 ഇനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ യൂസഫൊക്കെ തന്നെ പറഞ്ഞു, ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ ഞാൻ നരേന്ദ്രമോദിയുടെ ഫിഗർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നപ്പോൾ ഏതോ ചാനലിന് വേണ്ടി നരേന്ദ്രമോദി അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചപ്പം ചാനലിലൊരു മേക്കപ്പ് മാൻ ഇരുത്തി, ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ നല്ലോണം കുറേ നേരം ഇരുത്തി മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ ഫോട്ടോയ്ക്കുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ, അയ്യോ ഇത് കലക്കുണ്ടോ, ഞാനും പിഷാരടിയും കൂടെ നിന്ന് എത്ര നേരം കളിച്ചാരെന്താ, എല്ലാം കൊണ്ടുപോയില്ലേ, അവസാനം യൂസഫ് ഈ വേഷത്തിൽ വന്നാൽ ഓഡിറ്റോറിയം ഇളകി മറിയില്ലേ, എല്ലാം ഫുൾ ക്രെഡിറ്റ് യൂസഫിനായിരിക്കും, ഞങ്ങൾ എന്തിനാ കാണിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസഫിക്കും അങ്ങ് സുഖമായി. സത്യമാണ്, അത്ര അത്ഭുതപ്പെട്ടു പോയൊരു ഫിഗർ അദ്ദേഹം കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമേരിക്കയിലെത്തിയിട്ട് ഈ വിഗ് കുത്തിക്കയറ്റി ബാഗിനകത്ത് വെച്ചത് എടുത്തപ്പോൾ തന്നെ ചത്ത കാക്കയെ പോലെ ഇരിക്കുമോ ഈ വിഗ്. എങ്ങനെ വെച്ചിട്ടും ഏതാ മുൻവശം ഏതാ പുറകുവശം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇരിക്കുക മുടി, താടി ഒട്ടിച്ചിട്ട് ഒരു രക്ഷയില്ല. താടിയും വേറെ എന്തോ ഒരു താടി, കണ്ണാടി, ജുബ്ബ, അതിൻ്റെ പുറത്തൊരു കോട്ട്, ഇതൊക്കെ ഇട്ടിട്ട് യൂസഫൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് പതിവ് പോലെ വരുന്നത്. അപ്പം എന്നോടൊരു വാതിലൊക്കെ പറഞ്ഞു, ഞാൻ രൂഹം വെച്ചു. കുറേ വാതിലുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ, അതിലേ വരും. അതല്ല ഓഡിറ്റോറിയം ഇങ്ങനെ സ്റ്റെപ്പാണ്, ഇങ്ങനെ ബാക്കിലോട്ട് ആൾക്കാരിരിക്കുന്നത്. ഞാൻ ജയറാമേട്ടനും ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയിലേക്ക് വരികയാണ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഈ ഷോയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം അദ്ദേഹം അവിടുന്ന് ചെറുതായിട്ട് കയറി തുടങ്ങുകയാണ്. മോദി കയറി തുടങ്ങി. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടി. പക്ഷെ ആ വാതിലിൽ കൂടി അല്ല പുള്ളി വന്നത് ഇപ്പുറത്തെ വാതിലിൽ കൂടിയാണ്. ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു. ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടുന്ന് ആരും വരുന്നുമില്ല. ഇവിടെ നിന്നും ഒരു വൃദ്ധൻ, അല്ലാതെ നരേന്ദ്രമോദി ഇല്ല, ഒന്നുമില്ല, ഒരു വൃദ്ധൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഈ പടിയാണല്ലോ, 2ാമത്തെ പടിയിൽ തന്നെ പുള്ളി ഈ പടി പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ അതുമല്ല കണ്ണാടിയും വെച്ചപ്പം ഈ കണ്ണാടി വെച്ചിട്ട് പടി കയറുമ്പോൾ ഒരു കണക്കുകേട് അല്ലെങ്കിലേ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ണാടിയും ഓഡിയൻസിൻ്റെ ഇടയിലെ ലൈറ്റ് കുറവും എല്ലാം കൂടി ആയിട്ട് ഈ പുള്ളി മുഖം തല്ലി വീണ ഉടനെ അമേരിക്കയിലാണ്ട് എല്ലാവരും ഈ കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ പരിപാടി കാണാൻ വന്നെ. ഏതോ ഒരു വൃദ്ധൻ ഷോ കാണാൻ വന്ന വൃദ്ധൻ വീണു എന്ന് ഓർത്തിട്ട് വീണതൻ 2-3 പേര് പുള്ളിനെ പിടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് പോയി. പുള്ളി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോർത്ത് വീണതിൻ്റെ വേദനയ്ക്കാന്ന് ഓർത്ത് ഇവർ ഇതിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി, ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക്. ഞങ്ങൾക്കാണല്ലോ ഇത് മോദിയാണെന്ന് ഇത്രയും പറ്റിയെന്ന് സ്റ്റേജിൽ നിന്ന് മനസ്സിലായിട്ടോ.
പക്ഷേ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് മൈക്കിൽ കൂടെ ഒന്നും പറയാൻ വയ്യ. ഇതിൻ്റെ ക്ലൈമാക്സ് പാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേ ജയറാമായിട്ട് എൻ്റെ പുറകിൽ വന്നിട്ട് മോദി പാളിട്ടോ മോദി പാളി എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ട. ഫിഗർ ചെയ്യണ കാര്യം പറയുമ്പോൾ ഞാൻ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം അനൂപ് മേനോനാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സുരാജ് ഉണ്ട്, നോബി ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് മാനായിട്ട് വരുന്നത് പ്രദീപ് രംഗനാണ്. ടിപ്പിക്കൽ തിരുവനന്തപുരംകാരനാണ്. അണ്ണാ നമുക്ക് പിഷർ അടിച്ചാൽ പോരെ, പിഷർ സ്പ്രേക്കൊക്കെ അങ്ങനെ പറയും. പാരമ്പര്യമായിട്ട് ന്യൂസ് അടിച്ചാൽ മതി. സ്നൂസ് എന്നാണ് പേര്. മറ്റേ ഈ ഹെയർ സ്പ്രേ ഉണ്ട്, അതിനൊക്കെ അങ്ങനെ പറയുള്ളൂ. പുള്ളി പറയും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫിഗർ വേണം, ടിൻചേട്ടന് ഒരു പ്രത്യേക ഫിഗർ ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ആവുള്ളൂ. അങ്ങനെ എല്ലാവരും. അപ്പോൾ സുരാജ് ഇങ്ങനെ നിൽക്കുന്നു, നോബി ഉണ്ട്, അനൂപൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് ഷേവ് ചെയ്യാ തല, ഒരു താടിയൊക്കെ വെച്ചിട്ട്. പ്രൊഫസറാണ്. മണി ഹേസ്റ്റൊക്കെ ഇപ്പോഴാണ് വരുന്നത്. 8 വർഷം മുമ്പ് ഒരു പ്രൊഫസർ 3 പേരെ ഈ ബാങ്ക് റോബറിക്ക് പ്രേരിപ്പിക്കുന്ന സംഭവമാണ്. അനൂപ് മേനോൻ. അപ്പം എനിക്ക് ഉറപ്പായി അനൂപ് മേനോൻ ഒരിക്കലും സിനിമ കക്കുന്ന ആളല്ല എന്നുള്ളത്. കാരണം അന്ന് ചെയ്ത് മണി ഹേസ്റ്റ് പുള്ളി. പിന്നീട് ഇപ്പോഴാണ് മണി ഹേസ്റ്റിൻ്റെ സാധനം വന്നപ്പോൾ അതിനെ ട്രോൾ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി വന്നിട്ട് ഇതുപോലെ ഗെറ്റപ്പ് ആക്കാൻ പോവാണ്. അമൽ നീരദിൻ്റെ ഒക്കെ പടത്തിലെ ഗെറ്റപ്പ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുൾ ഷേവ് ചെയ്ത് ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ തലേന്ന്. ഞാൻ പറഞ്ഞു ചോര തന്നെ കുഴപ്പമില്ല അണ്ണാ, അത് ഗമ്മ ചേച്ചേച്ചൻ്റെ ക്യാമറയിൽ അറിയൂലെന്ന്. ക്യാമറയിൽ അറിയൂലെന്ന്. ഈ നമ്മൾ ഇതിനൊക്കെ നമ്മൾക്ക് പല സ്ഥലത്തും ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ കള്ളു കുടിക്കുന്ന ആളുകൾക്ക് കള്ളു കുടിക്കാൻ അവസരങ്ങൾ കുറവാണല്ലോ. ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കൊരു പേഴ്സണൽ മേക്കപ്പ് മാനുണ്ട്. ഈ സ്പ്രേ ഒക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. പുള്ളി അടിക്കുന്നുണ്ട്. അവിടെ എവിടെയും സ്മോളും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്ക് മാത്രം സ്മോള് കിട്ടുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് എവിടെ നിന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴേ പുള്ളി മുഖത്തടിക്കുന്ന സ്പ്രേ ഇല്ലേ, അതിൽ സാധനം മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളവർക്കും അടി നടക്കുവാന്ന്. സ്പ്രേ അടിച്ചിട്ട് പോവാ. നമ്മുടെ ഹരിശ്രീ യൂസഫ് ഇങ്ങനെ എയർപോർട്ടിനടുത്തുള്ളൊരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അബീക്ക കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും ഗസ്റ്റായിട്ട് വരുന്ന ഒരാളാണ്. നമ്മളെ വിട്ടുപോയി. അബീക്ക അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വളരെ വലുതാണ്. ഹരിശ്രീ യൂസഫ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്യമായിട്ട് അബീക്ക അവിടെ എത്തിയപ്പം യൂസഫിനെ കണ്ടിട്ട് യൂസഫേ നീ എവിടെ പോവാടാ എന്ന് ചോദിച്ചു. ഞാൻ ദുബായിക്ക് പോകുന്നിക്ക. നീ ദുബായിക്ക് പോകുന്ന? എന്താണ് അവിടെ നിനക്ക് പ്രോഗ്രാം ഉണ്ടോ? അല്ലിക്ക എനിക്ക് അവിടെ ഒരു ഉദ്ഘാടനമുണ്ട്, അതിനുവേണ്ടി പോവാ. നീ ഉദ്ഘാടനത്തിന് പോവാണോ ദുബായ് വരെ? ആയിക്ക, ദുബായിലൊരു കടയുടെ ഉദ്ഘാടനം, എന്നെ വിളിച്ചു. ദുബായിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് കേട്ടു, അത് ഇത്ര രൂക്ഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിലും വേദന 4 തെറി വിളിക്കണേ.